ഹലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചർച്ചാ വിഷയങ്ങളുണ്ട് നാട്ടിൽ. ഒരുപാട് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു സോഷ്യൽ മീഡിയ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2K കിഡ്സിനെ ഇതുപോലെ വൃത്തികെട്ട 2K കിഡ്സ് ഉള്ള ഒരു ജനറേഷനിലാണ് പോകുന്നത് എന്നുള്ളത്. എൻ്റെ കുറച്ച് ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, പേടിയാണ് പിള്ളേരുടെ അടുത്ത്. ഒരു 4-5 വയസ്സിൽ ഡിഫറൻസ് ഉള്ള സമയങ്ങളിലിടയ്ക്ക് എന്ത് ജനറേഷൻ ഗ്യാപ്പാണ് വന്നിട്ടുള്ളതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതലും ആളുകൾ കുറ്റപ്പെടുത്തുന്നത് പേരൻസിനെയാണ്. അതിൽ ഒരു കഴമ്പില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും പേരൻസിന് കുട്ടികളുടെ ക്യാരക്ടർ മോൾഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. പക്ഷേ ഒരു കുട്ടി, ആ കുഞ്ഞ് അതിൻ്റെ 3-4 വയസ്സ് വരെ ആയിരിക്കും, മാക്സിമം 3-4 വയസ്സ് വരെ ആയിരിക്കും അവരുടെ രക്ഷിതാക്കളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 വയസ്സ്. അതായത് വൺസ് ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ലോകം മാറുകയാണ്. ആ കുട്ടിയുടെ ലോകം മാറുകയാണ്. അത്ര നാൾ 24 മണിക്കൂർ 24/7 പേരൻസിൻ്റെയും സിബ്ലിങ്സിൻ്റെയും കൂടെ ചെലവഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പിന്നീട് 8 മണിക്കൂർ സ്കൂളിൽ, ബാക്കി ടൈം വീട്ടിൽ, ആ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ്. പ്രായം കൂടുന്നതനുസരിച്ച്, പഠിത്തത്തിൻ്റെ ലോഡ് കൂടുന്നതനുസരിച്ച് കുട്ടികൾ പേരൻസുമായിട്ടും സിബ്ലിങ്സുമായിട്ടും ഇടപെടുന്ന ടൈം കുറയുന്നു. ഇതാരുടെയും കുറ്റമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ സമയത്ത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് പിയേഴ്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഫ്രണ്ട്സുമായിട്ടാണ് സംസാരങ്ങൾ ഉണ്ടാകുന്നത്, അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്, അഭിപ്രായ ഭിന്നതകൾ സംഭവിക്കുന്നത്. ഇതൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനിടയ്ക്കാണ്, ഒരു ഫ്രണ്ട്സ് സർക്കിളിനിടയ്ക്കാണ്. അവർ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഈവൻ സ്കൂൾ വിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് അവരെ കണ്ട് സംസാരിക്കാനുള്ള ത്വര, അല്ലെങ്കിൽ ആ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, അവർ എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ ഞാനും നിങ്ങളുമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ, നമ്മുടെ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. പേരൻസിന് ഒരു പരിധി വരെ അറിയത്തുള്ളൂ. ഞാനൊക്കെ പണ്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനിടയ്ക്ക് എനിക്കൊരു പേഴ്സണാലിറ്റിയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് വേറൊരു പേഴ്സണാലിറ്റിയാണ്, എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഫ്രണ്ടിൽ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്, എൻ്റെ അയൽവക്കക്കാരുടെ ഫ്രണ്ടിൽ വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഇതെല്ലാവർക്കും ബാധകമാണ് അല്ലേ? നമ്മൾ ഫ്രണ്ട്സിനടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല നമ്മുടെ കുടുംബക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ? നമുക്ക് എല്ലായിടത്തും ഒരു പ്രത്യേകം പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ വീട്ടുകാർക്കറിയാത്ത ഒരു പേഴ്സണാലിറ്റിയെ കൂട്ടുകാർക്കറിയാം, കൂട്ടുകാർക്കറിയാത്ത ഒരു പേഴ്സണാലിറ്റി വീട്ടുകാർക്കും അറിയാം. വീട്ടുകാരിലേക്ക് എത്താതെ വരുന്ന, ഈ പേരൻസിലേക്കും സിബ്ലിങ്സിലേക്കും ഒക്കെ എത്താതെ വരുന്ന ചില ക്യാരക്ടേഴ്സ്, ചില ട്രേറ്റ്സ്, ഇതൊക്കെ പേരൻസാണ് മോൾഡ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 100% അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ ഞാൻ പറയുകയാണ്, കുട്ടികൾക്കൊരു സ്പേസ് വീട്ടിൽ കൊടുക്കുന്ന പേരൻസാണുള്ളത്. ഇന്ന് എന്ത് സംഭവിച്ചു, ഏതൊക്കെയാണ് നിൻ്റെ കൂട്ടുകാർ, ഒരു കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നത് ആരൊക്കെയായിട്ടാണ്, അയാൾ കമ്പനി ആവുന്നത് ആരൊക്കെയായിട്ടാണ് എന്നറിയാവുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? കുട്ടികളുടെ കാര്യങ്ങൾ അറിയുക, അന്വേഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പേരൻസിനേക്കാൾ ഉപരിയായി പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് കൂട്ടുകാർ എന്ന് പറയുന്നത്, സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് അയാളുടെ ടീനേജിലാണ്, അയാളുടെ കൗമാര പ്രായത്തിലാണ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അവിടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ പ്രായത്തിൽ അവരനുഭവിക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് അതാണ്. ഈ സംശയത്തിൽ നിന്ന് ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള സംശയത്തിൽ നിന്ന് വെളിയിൽ വരിക എന്ന് പറയുന്നത് ആ ഒരു ഏജിൽ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളാണ്, ആ ഏജ് ഗ്രൂപ്പിൽ കിട്ടേണ്ട ഒരു സ്ട്രഗിളാണ്. ഈ ടീനേജ് കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവരുടെ ചുറ്റും നടക്കുന്നത്? ഒരു കള്ളുകുടിക്കത്തില്ലാത്ത നിനക്ക് എന്തിന് കൊള്ളാം. ടീനേജിൽ ആൺകുട്ടികൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, മൊണ്ണ, നിനക്ക് എന്തിന് കൊള്ളാം, ഈ ഒരു പെണ്ണിനോട് പോലും സംസാരിക്കാൻ നിനക്ക് അറിയത്തില്ലേ, നീ ഒരു പഫൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇത് എല്ലാ കാലത്തും വളരെ നോർമലൈസ്ഡ് ആയിരുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇതൊന്നും വീട്ടുകാരിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഒരു വീട്ടുകാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന ഇമോഷണലായിട്ടാണ്. അന്നേരം വാശി കൂടത്തേ ഉള്ളൂ. കാര്യം അതൊരു ടീനേജിൻ്റെ പ്രശ്നമാണ്. ഈ ഏജിൻ്റെ സമയത്ത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ടൈമാണ്. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ഗ്ലാസ് ഓഫ് ആൽക്കഹോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് നോ പറയാൻ അറിയാമെങ്കിൽ, നോ പറയാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും നോ പറയാൻ പറ്റും. സോ ഞാൻ പറഞ്ഞത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസ് റിയൽ. എന്ത് കാര്യമായിക്കോട്ടെ, നല്ല കാര്യത്തിനാണെങ്കിലും മോശം കാര്യത്തിനാണെങ്കിലും. കാരണവന്മാർ പറയല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. സൗരഭ്യമാണെങ്കിലും നാറ്റാണെങ്കിലും അത് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, അതാണ് പറഞ്ഞു വരുന്നത്. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി റിയൽ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും 100% പാരൻറ്റിങ്ങിനെയോ പേരൻസിനെയോ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമുക്കാവില്ല. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ ലൈഫ്, ഒരു പാരൻ്റ് എന്ന് പറയുന്നത് അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മക്കൾക്ക് വേണ്ടിയിട്ടല്ല അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മക്കളുടെ കാര്യം മാത്രമല്ല അവരുടെ തോട്ടിലുള്ളത്. അവരുടെ ജോലി ഉണ്ടാവും, അവരുടെ വർക്ക് പ്രഷർ ഉണ്ടാവും. ഓക്കെ, അവരുടെ ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യങ്ങളുണ്ടാവും. വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാതെ നടക്കുന്ന പേരൻസ് ഒരുപാട് പേരുണ്ടാവും. ഇതിനിടയ്ക്ക് ചില സമയങ്ങളിൽ കുട്ടികളെ ഇരുത്തി സംസാരിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. അതൊരിക്കലും അവരുടെ കുഴപ്പമല്ല. പക്ഷേ ഇതൊന്നും ഇതൊക്കെയാണ് കുട്ടികളിങ്ങനെ വഴിതെറ്റി പോകാനുള്ള കാരണം എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും അതിനോട് 100% യോജിക്കാനും പറ്റത്തില്ല. എത്രത്തോളം നമ്മൾ കവർ ചെയ്ത് കൊണ്ട് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നന്നാവണം എന്നാണെങ്കിലും നശിക്കണം എന്നാണെങ്കിലും ഏത് നാട്ടിൽ നിന്നാലും നടക്കും. ഓക്കെ, അവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവൻ വെളിയിൽ വല്ലയിടത്തും പോയി കഴിയുവാണെന്നുണ്ടെങ്കിൽ അവനങ്ങ് നന്നാവും, അല്ലെങ്കിൽ അവളങ്ങ് നന്നാവും എന്ന് പറയുന്നത് അതങ്ങനെയല്ല. നന്നാവാനാണെങ്കിലും നശിക്കാനാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും നടക്കും. അത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. അത് ആ പ്രായത്തിൽ, ഓരോ പ്രായത്തിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു വ്യക്തി എടുക്കുന്ന ചോയ്സസ്, ഒരു വ്യക്തി എടുക്കുന്ന എഫേർട്ടാണ് ഇതെല്ലാം. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ പാരൻറ്റിങ്ങുമായിട്ട് കംപ്ലീറ്റ്ലി കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുമായിട്ട് സംസാരിക്കുക ഫ്രം ദ വെരി യങ് ഏജ്. കുട്ടികൾ നമ്മളിൽ നിന്ന്, അത് പേരൻസിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുന്ന ടൈം തൊട്ട്, ഞാൻ പറയുന്നത് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കാലം തൊട്ട് അവരുമായിട്ട് സംസാരിക്കുക. ഇന്ന് എന്ത് നടന്നു, ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്, അവരുടെ പേരെന്താണ്, ആരുടെ കൂടെ വെളിയിൽ പോയി, ഇത് ഏത് പ്രായം വരെയും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, എനിക്ക് 24 വയസ്സുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്മാർക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം ഞാൻ ആരുടെ കൂടെ വെളിയിൽ പോകുന്നു, ആരാണ് എനിക്ക് പുതിയതായിട്ട് കിട്ടുന്ന കൂട്ടുകാരൊക്കെയാണ്, അവരുടെ പേരെന്തൊക്കെയാണ്, ഞാൻ എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് ജോലി കഴിഞ്ഞ് വരുന്നത്, അത് അവർക്കറിയാം. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ, ഇത് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് കിട്ടുമ്പം നമുക്കറിയാം
അപ്പോൾ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു മോശം കൂട്ടുകെട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ട് ശരിയല്ല, അല്ലെങ്കിൽ ഇത് അവരങ്ങനെ പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി അല്ല എന്ന് നമ്മുടെ പേരൻസിനോ സിബ്ലിങ്സിനോ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ വാൺ യു. അവർക്ക് നിങ്ങളെ വാൺ ചെയ്യാം, ശരിയല്ല, അത് നീ ഒന്ന് സൂക്ഷിച്ചോ എന്നുള്ളത്. ആ സൂക്ഷിച്ചോ എന്നുള്ളതൊന്ന് പറയണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ട്. ഇത് പേരൻസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഫോർ എ ബെറ്റർ ടുമോറോ ആക്സെപ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോവുക, ആളുകളുമായിട്ട് സംസാരിക്കുക, കുട്ടികളുമായിട്ട് സംസാരിക്കുക. നമുക്കൊരിക്കലും ഒരു വ്യക്തിയെയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സിനെ കണ്ടെത്തുക, അതിനെ എങ്ങനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാതെ ഇനിയുള്ള ആളുകളിലേക്ക് അതിനെ ഇൻഫ്ലുവൻസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് സ്റ്റോപ്പ് ബ്ലെയിമിങ്. കുറ്റപ്പെടുത്തലുകൾ നിർത്തുക. നീയൊക്കെ 2000 ജനിച്ചത്, നീയൊക്കെ 2K കിഡല്ലേ, നീയൊക്കെ ഇതൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. കുറ്റപ്പെടുത്തലുകൾ നിർത്തുക. നമ്മൾ പറയുന്നത് ഒരു ചെറിയ തമാശയാണെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ അത് ഇറങ്ങുന്നത് തമാശയായിട്ടായിരിക്കില്ല. സോ സ്റ്റോപ്പ് ബ്ലെയിമിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. വിൽ ഗെറ്റ് എ ബെറ്റർ ടുമോറോ. അപ്പോൾ ശരി.